സന്ദീപ് വാര്യരുടെ ഉഗ്രശാപം. പാലക്കാട് മാത്രമല്ല പല ജില്ലകളിലും BJP നിലവിളിച്ചോടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്ന അവസ്ഥ. RSS നേതൃത്വം ഇടപെടുന്നുണ്ട്. പലരെയും സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പലരും അതിന് വഴങ്ങുന്നുണ്ട്, സമവായത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പൊട്ടിത്തെറിക്ക് ശമനം വന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താകും പക്ഷേ കേരളത്തിലെ പാലക്കാട് ഒക്കെ നമുക്ക് ചേർത്തുകൊണ്ട് തന്നെ പറയാം, കേരളത്തിലെ BJPക്ക് സന്ദീപ് വാര്യരുടെ ശാപം ഏറ്റോ? സന്ദീപ് വാര്യരുടെ ശാപം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കാലാകാലമായിട്ട് BJPക്കകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഭൂതാവേശം, അതായിരിക്കും കുറേ കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സമകാലീന രാഷ്ട്രീയത്തിൽ സന്ദീപ് വാര്യർ നടത്തിയ നീക്കങ്ങളെയാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് സന്ദീപ് വാര്യരെ പ്രതിഷ്ഠിക്കാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്ന, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാരണം അതാണ്. യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനക്കകത്ത് കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുള്ളതാണ്, നേരത്തെ ഉണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും അവരുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പുറത്തേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പത്രവാർത്തകളിൽ BJPക്കകത്ത് പൊട്ടിത്തെറി എന്ന് പറയുന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏതാണ്ട് ഈ ദിവസങ്ങളിലെല്ലാനും ഓരോരോ ജില്ലകളിലെയും ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് BJPയുടെ അധികാര കേന്ദ്രങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്നതായിട്ടുള്ള ഭൂമി കാമുകന്മാർക്ക് ഇരിക്കപ്പുറതിയില്ലാതെ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം ജില്ലകളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സവിശേഷതയുണ്ട്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായ പൊട്ടിത്തെറി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിനെതിരായതും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങളുടെ പൊട്ടിത്തെറികൾ തന്നെയാണ്. BJPക്ക് ആ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രഹരകാലമാണ് നൽകിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മുനിസിപ്പൽ ഭരണത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് BJPയിൽ നിന്ന് കൂറുമാറ്റമുണ്ടാവും എന്ന് കരുതപ്പെടുന്നു. എനിക്കൊന്ന് ഇന്നലെ സന്ദീപ് വാര്യർ മുതൽ VD സതീശനും കൂടി ഒരു പത്രസമ്മേളനം പ്ലാൻ ചെയ്തിരുന്നു. ഇന്നാണ് അവർ പത്രസമ്മേളനം നടത്താനിരുന്നത്. ആ പത്രസമ്മേളനത്തിൽ 9 കൗൺസിലർമാരെ BJPയിൽ നിന്ന് ചാടിച്ച് കോൺഗ്രസ്സിൽ എത്തിക്കാൻ കഴിയും എന്നാണ് സന്ദീപ് വാര്യർ വിചാരിച്ചിരുന്നത്. സതീശനോടത് പറയും, സതീശൻ വിശ്വസിക്കുകയും അങ്ങനെ സതീശനും ഈ പത്രസമ്മേളനത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ വാർത്ത ഇടനാഴിയിൽ നിന്ന് ചോർന്ന് RSS കാര്യാലയത്തിലെത്തി. RSS കാര്യാലയം കൂട്ടമായിട്ട് 9 കൗൺസിലർമാരുടെയും വീടുകളിലെത്തുകയും അവരെ പൂട്ടുകയും ചെയ്തു. പൂട്ടാനായിട്ട് നിർബന്ധ ബുദ്ധിയാണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഭീഷണിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവർ പൂട്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പലതരം വാഗ്ദാനങ്ങൾ ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ തൽക്കാലം BJPയിൽ തുടരും, അവർ പുറത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാലക്കാട് ജില്ലയിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ നിശ്ചയിച്ച സമയത്ത് അത് കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് വരുന്നത് എന്ന വാർത്തയാണ്. അതിനെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ വാർത്തയെ ചുറ്റിപ്പറ്റിയാണ് കൗൺസിലർമാരുടെ ഇടയ്ക്ക് ഇളക്കമുണ്ടാകുകയും ഇളകിയ കൗൺസിലർമാരെ പറിച്ചെടുക്കാനായിട്ട് സന്ദീപ് വാര്യർ ചെല്ലുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൊലിഞ്ഞു. VD സതീശനും അതിൽ നഷ്ടം സംഭവിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി പത്രസമ്മേളനം നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത പരന്നുപോയത് കൊണ്ടാണ് ആ നഷ്ടം ഉണ്ടായത്, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും BJPയുടെ പ്രശ്നങ്ങൾ തൽക്കാലമായിട്ട് പാലക്കാട് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പാലക്കാട് പരിഹരിക്കപ്പെട്ടുള്ളൂ, അതും താൽക്കാലികമായിട്ട് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? ഇതിൻ്റെ അടിസ്ഥാന കാരണം പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അത് BJPയുടെയും RSSൻ്റെയും ഒക്കെ സ്വരൂപത്തിൽ കുടിയേറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആദർശപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ല. പകരം തനിക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ എന്ത് മെച്ചമുണ്ടാവും, തനിക്ക് എവിടെ അധികാരത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന അന്വേഷണമാണ് ഇന്നത്തെ യുവാക്കളെ മുഴുവനും CPMലായാലും CPIയിലായാലും കോൺഗ്രസ്സിലായാലും മുസ്ലിം ലീഗിലായാലും RSSലായാലും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ മോഹിച്ച് കാത്തിരുന്ന അധികാര കസേര മറ്റൊരാൾ അടിച്ചെടുക്കുന്നു എന്ന് കരുതപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും.
ആ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഉപജാപക സംഘമുണ്ടാവും, ഉപഗ്രഹങ്ങൾ, അവരിലും അത് പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് ആളുകളുടെ ഒരു പൊട്ടിത്തെറിയായിട്ട് മാറിത്തരികയും പെട്ടെന്ന് പ്രകമ്പനം കൊള്ളുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തരികയും ചെയ്യുന്നത്. അതാണ് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണം. ഇത് മാറാതെ ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അച്ചടക്കം എന്ന് പറയുന്നത് സാധ്യമാകുകയില്ല. നമുക്കറിയാം, CPM-ൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ കസേര വലിച്ച് അതിൽ കാൽ കയറ്റി പിണറായി വിജയൻ ഇരിക്കണം, എങ്കിലേ അവർക്ക് സമ്മേളനം നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമ്മേളനം അലങ്കോലമാകാനുള്ള സാധ്യതകൾ കാണുന്നു മുന്നിൽ. അത് എന്തുകൊണ്ട് നേരത്തെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല? സംഘടനാ സംവിധാനങ്ങൾക്ക് ഒതുങ്ങി നിന്നിട്ട് പ്രവർത്തകർ പ്രവർത്തിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അതിൻ്റെ അച്ചടക്കം അതിനുണ്ടായിരുന്നു. ആ അച്ചടക്കം ഇപ്പോൾ ഒരാൾ വന്നിരുന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന തരത്തിലേക്ക് അവിടെ മാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിണറായി ഒന്ന് കൈ കാണിച്ചാൽ സൈലന്റ് ആവുന്ന തരത്തിലേക്ക്. അതെ, പിണറായി അങ്ങനെ കൈ കാണിച്ചാൽ സൈലൻ്റ് ആകുന്ന തരത്തിലേക്ക് അവരുടെ ഡിസിപ്ലിൻ ക്രോഡീകരിക്കപ്പെട്ടു. അത് ആ പാർട്ടിയുടെ അപകടമാണ്. കാരണം പിണറായി ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാവരും കൂടി പിന്നീട് കുപ്പിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഭൂതങ്ങളായിട്ട് സമൂഹത്തിൽ ഇഴഞ്ഞു നടക്കാനോ പറന്നു നടക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള. അപ്പോൾ ആ സംഘടനയുടെ സ്ഥിതി വളരെ അപകടകരമായി മാറിത്തീരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് മിക്കവാറും ഈ RSS-ലും അതുപോലെ BJP-യിലും ഒക്കെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അതാണ്. അപ്പോൾ ഈ സ്വന്തം കാര്യം നോക്കുകയും സ്വന്തം കസേരയ്ക്ക് വേണ്ടിയിട്ട് വലിയ തരത്തിൽ ഓട്ടപ്രയാണം നടത്തുകയും ചെയ്യുന്ന ആൾക്കൂട്ടങ്ങളുടെ പാർട്ടികളായിട്ട് മാറുമ്പോൾ എപ്പോഴും പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തിരുത്തി കുറച്ചുകൂടിയൊക്കെ രാഷ്ട്രീയ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ, അവരുടെ ഒരു പ്രത്യേക ആശയ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരായിട്ട് ഈ പ്രവർത്തകരെ മാറ്റാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിയേണ്ടതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. ഒരു കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോയതെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചെങ്കിലും അങ്ങനെ അല്ല. അതിനപ്പുറം സ്ഥാനമാനങ്ങൾ ഭവിച്ച സന്ദീപ് വാര്യർക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം കൂടി സമ്മതിക്കുന്ന കാര്യമായിരിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി വക്താവ് എന്ന സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് KPCC അധ്യക്ഷൻ തന്നെ ഈ സമയത്ത് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അർഹിക്കുന്നത് BJP-യിൽ നിന്ന് കിട്ടിയില്ല എങ്കിലും കോൺഗ്രസിൽ നിന്ന് സന്ദീപിന് കിട്ടിയില്ലേ? ഈ ഒരു സ്ഥാനം സന്ദീപ് വാര്യർ അർഹിക്കുന്നില്ലേ? അല്ല, സന്ദീപ് വാര്യരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അയാൾ പല കാര്യങ്ങളും ഈ കാലുമാറ്റം നടത്തുന്നതിന് മുമ്പ് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. പല ഓഫറുകളുണ്ടാകാം. ആ ഓഫറുകളിൽ ഒന്നായിരിക്കാം ഈ പാർട്ടി വക്താവ് എന്ന് പറയുന്നതായിട്ടുള്ള പദവി. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതായത് പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രഖ്യാപിക്കുന്ന മെഗഫോൺ ആകി മാറുക എന്നുള്ളത്. അതായത് ഒരു മെഗഫോണിൻ്റെ ജോലിയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, സന്ദീപ് വാര്യരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പക്ഷേ വലിയ പ്രസക്തമായ കാര്യമാണ് കേരളത്തിൽ. കേരളം ഒരുതരം രാഷ്ട്രീയ ഭ്രാന്ത് പിടിച്ച പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ആരാണ്? സന്ദീപ് വാര്യറാണ്. കോൺഗ്രസ് എന്താഗ്രഹിക്കുന്നോ അത് സംസാരിക്കണമെങ്കിൽ നമ്മൾ ആരെ കേൾക്കേണ്ടി വരും, അതറിയണമെങ്കിൽ സന്ദീപ് വാര്യരെ കേൾക്കണം. അപ്പോൾ കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ മെഗഫോണായി മാറുക. ഇത് മാത്രമായിരിക്കില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കുറേ കഴിയുന്ന സമയത്ത് കേരളം കോൺഗ്രസിനെ തിരിച്ചറിയുന്നതിൽ എന്തിലൂടെ ആയിരിക്കും? സന്ദീപ് വാര്യറിലൂടെ ആയിരിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസ് ആണല്ലോ എന്ന് ആളുകൾ കരുതും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രതീകമായി കോൺഗ്രസ് എന്നാൽ സന്ദീപ് വാര്യർ. നേരത്തെ അവരുടെ തന്നെ നേതാക്കൾ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ് എന്ന് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ എന്ന് പറയിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു അധികാര കസേരയിലേക്ക് കയറാനായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് കാലം ഉപയോഗിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാരണം പാർട്ടിയുടെ വക്താവ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ പാർട്ടിയോട് പറഞ്ഞാൽ പാർട്ടി കേൾക്കേണ്ടി വരും. അങ്ങനെ സന്ദീപ് വാര്യർ എന്ത് ചെയ്യുന്നു? ഈസി വാക്ക് ഓവറിലൂടെ കേരള നിയമസഭയിലെത്തുന്ന ഒരു കാലത്തെ സ്വപ്നം കാണും. അതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം, അദ്ദേഹത്തിൻ്റെ അർഹത, അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് സാക്ഷാത്കരിക്കാൻ BJP-യിൽ നിന്ന് ഈ അടുത്ത കാലത്തെങ്ങും നിയമസഭ കാണാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കോൺഗ്രസിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ CPM-ൽ നിന്നാലും എന്ത് ചെയ്യാം? നിയമസഭയിലേക്ക് കയറാം. നിയമസഭയിലേക്കൊന്ന് കടന്നു കിട്ടിയാൽ എന്തൊരാഹ്ലാദം! മനസ്സിലായി? ഈ ഹാപ്പി ജാമിൻ്റെ പരസ്യം പോലെയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് പ്രതിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് MLA-മാരൊക്കെ മാറിക്കൊണ്ടിരിക്കും. സന്തോഷം കൊണ്ട് ഞാനിപ്പോ തുള്ളി പറക്കുമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അതെ, എന്തായാലും സന്ദീപിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ.